മധ്യ ചിലിയിൽ ആളിപ്പടരുന്ന കാട്ടുതീയുണ്ടാക്കിയ ജീവഹാനിയിലും നാശനഷ്ടങ്ങളിലും വലയുകയാണ് രാജ്യം. ഇതിനോടകം ചിലിയിലെ വിന ഡെൽമാറിലെ ജനവാസ മേഖലയിലുണ്ടായ കാട്ടുതീയിൽ 46 പേർ മരിക്കുകയും 200-ലേറെ പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 1100 പേർക്ക് വീട് നഷ്ടമായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. സെൻട്രൽ ചിലിയിലെ 1 ദശലക്ഷത്തോളം നിവാസികൾ വസിക്കുന്ന വാൽപറൈസോ മേഖലയുടെ പല ഭാഗങ്ങളിലും കറുത്ത പുക ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുകയാണ്. തീയണയ്ക്കാനെത്തുന്ന ഹെലികോപ്റ്ററുകളും അഗ്നിശമന സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനം നടത്താൻ പാടുപെടുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തീരദേശ വിനോദസഞ്ചാര നഗരമായ വിന ഡെൽമാറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ് തീ ഏറ്റവും കൂടുതൽ നാശം വിതച്ചിട്ടുള്ളത്. അതേസമയം രക്ഷാപ്രവർത്തകർ എല്ലാ ദുരിതബാധിത പ്രദേശങ്ങളിലും എത്തിച്ചേരുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ചിലി അധികൃതർ ശനിയാഴ്ച പറഞ്ഞിരുന്നു. 40 പേർ തീപിടുത്തത്തിൽ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടിരുന്നു. മാത്രമല്ല 6ഓളം പേർ ആശുപത്രികളിൽ പൊള്ളലേറ്റ് മരിച്ചുവെന്നും ചിലിയുടെ പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് അറിയിച്ചു. സ്ഥിതി വളരെ ഗുരുതരമാണ്. ദുരന്തത്തിന്റെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇരകളുടെ എണ്ണം അടുത്ത കുറച്ചു മണിക്കൂറിനുള്ളിൽ വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്, പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് പറയുന്നു. 43,000 ഹെക്ടറിലധികം സ്ഥലത്ത് തീപിടിച്ചെന്നാണ് ആഭ്യന്തര മന്ത്രാലയം കണക്കാക്കുന്നത്. ഉയർന്ന താപനിലയും ശക്തമായ കാറ്റുമാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇപ്പോൾ 4 സ്ഥലങ്ങളിലായി കാട്ടുതീ വ്യാപിച്ചിരിക്കുകയാണ്. വീടുകളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെ രക്ഷാപ്രവർത്തകരുമായി സഹകരിക്കണമെന്നും പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ചിലിയൻ ജനതയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം 92 സജീവ തീപിടുത്തങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 43,000 ഹെക്ടറിലധികമാണ് അഗ്നി കവർന്നെടുത്തിരിക്കുന്നത്. വേനൽക്കാലത്ത് ചിലിയിൽ കാട്ടുതീയുണ്ടാകുന്നത് അസാധാരണമായ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ വർഷം പോലും ചിലിയിൽ അനുഭവപ്പെട്ട റെക്കോർഡ് ചൂട് തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 27 പേർ മരിക്കുകയും 4 ലക്ഷം ഹെക്ടറിലധികം പ്രദേശത്തെ ബാധിക്കുകയും ചെയ്തിരുന്നു. അതേസമയം മനുഷ്യർ, വീടുകൾ, മൃഗങ്ങൾ എന്നിവയെ ബാധിക്കാൻ സാധ്യതയുള്ള നഗരപ്രദേശങ്ങൾക്ക് വളരെ അടുത്തുപോലും തീ പടരുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയെന്ന് ആഭ്യന്തരമന്ത്രി കരോലിന തോഹ പറയുന്നു.